ഹായ്, ഏവർക്കും നമസ്കാരം. ഓൾ ഇൻ വൺ ടച്ചിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ഇയർ എൻഡ് റിവ്യൂ ആണ് കേട്ടോ. നമുക്ക് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗമാണ്. ഒരു മാർക്ക് എന്തായാലും ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. ന്യൂ അപ്പോയിൻമെൻറ്റ്സ് ആണ് നമ്മൾ ഇതിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അപ്കമിങ് എക്സാംസിൻ്റെ എല്ലാത്തിൻ്റെയും കറണ്ട് അഫയേഴ്സിൻ്റെ പ്രാധാന്യത്തിനെ പറ്റി നമുക്കറിയാം അല്ലേ. കാരണം ഒരുപാട് മാർക്ക് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? കറണ്ട് അഫയേഴ്സിനാണ്. മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ എല്ലാ മാർക്കും നഷ്ടപ്പെടാനും എന്തുണ്ട്? സാധ്യതയുണ്ട്. അപ്പോൾ ആ ഇമ്പോർട്ടൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഓരോന്നും പഠിച്ച് പോവുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. വിജയം ആസ്വാദ്യകരമാക്കണമെങ്കിൽ പ്രയാസങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഒരു വിജയം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അത്രയും പ്രയാസപ്പെട്ടിട്ട് ആ വിജയം നേടി വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ആ വിജയം ആസ്വദിക്കാമെന്നുള്ള APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളോടുകൂടി നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ ഏവർക്കും ഓൾ ഇൻ വൺ ടച്ചിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോയിൻമെൻറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യുക? നോക്കാം, പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ്. ആദ്യത്തെ വ്യക്തിത്വമാണ് ലുല ഡസിൽവ. ലുല ഡസിൽവ ആരാണ്? ബ്രസീലിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് നിയമിതനായ ആളാണ് ലുല ഡസിൽവ. ലുല ഡസിൽവ ഇപ്പം തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ബ്രസീലിൻ്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ എന്ത് പറയണം? ലുല ഡസിൽവ. ലുലു മാൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ലുല ഡസിൽവ. ലുല ഡസിൽവ ആണ് പുതിയ ബ്രസീലിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹം ഏത് പാർട്ടിയെ റെപ്രസെൻ്റ് ചെയ്യണമെന്ന് ചോദിച്ചു വെച്ചാൽ നമ്മുടെ കേരളത്തിലത്തെ പോലെ ഇടതുപക്ഷ നേതാവാണ് കേട്ടോ. ലുല ഡസിൽവ ജനുവരി 1 അധികാരമേറ്റത്. 2003 മുതൽ 2010 വരെ ആയിരുന്നു ബ്രസീലിൻ്റെ പ്രസിഡന്റ്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്ത് ചെയ്തത്? തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, രണ്ടാം വരവാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ലുല ഡസിൽവ പഠിക്കുക. ലുല ഡസിൽവ ബ്രസീലിൻ്റെ പ്രസിഡന്റ്, ഇടതുപക്ഷ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാവാണ് അദ്ദേഹം. ജനുവരി 1, 2023 അപ്പോയിൻമെൻറ്റ് നടന്നത്. അദ്ദേഹം 2003 മുതൽ 2010 വരെ പ്രസിഡന്റ് തന്നെയായിരുന്നു ബ്രസീലിൻ്റെ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവാണ്. ഇത്രയും പോയിന്റ്സ് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വയ്ക്കുക. ലുല ഡസിൽവ ബ്രസീലിൻ്റെ പുതിയ പ്രസിഡന്റ്. ഓക്കെ, അടുത്താണ് സജി ചെറിയാൻ. നമുക്കറിയാമല്ലേ അദ്ദേഹത്തിൻ്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തെ തുടർന്ന് രാജിവെച്ച സജി ചെറിയാൻ ജനുവരി 4 വീണ്ടും സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർത്തമാനം, അതായത് പ്രസംഗത്തിൽ ഭരണഘടനാ വിരുദ്ധമായിട്ട് അദ്ദേഹം പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? രാജിവെച്ചിരുന്നു. ജനുവരി 4 വീണ്ടും സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായി. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഫിഷറീസ്, സാംസ്കാരികം, യുവജനകാര്യം തുടങ്ങിയ വകുപ്പുകൾ. അപ്പോൾ ഫിഷറീസ്, സാംസ്കാരികം, യുവജനകാര്യമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. ഓക്കെ, ഇപ്പോൾ പുതിയതായിട്ട് വന്നതും കൂടെ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. ആരെങ്കിലും രാജിവെച്ചിട്ടുണ്ടോ, ആരെങ്കിലും ഇതായിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, കെ വി തോമസ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു കേട്ടോ. മുൻ കേന്ദ്രമന്ത്രി KV തോമസിനെ സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ട് ക്യാബിനറ്റ് പദവിയോടെ നിയമിച്ചു. അപ്പോൾ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ട് നിയമിച്ചത് ആരെയാണെന്ന് ചോദിച്ചു വെച്ചാൽ KV തോമസിനെയാണ്. അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന KV തോമസിനെ സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ട് ക്യാബിനറ്റ് പദവിയോടെ നിയമിച്ചു. ഇതിനു മുമ്പ് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ MP A സമ്പത്ത് വഹിച്ച പദവിയാണ് ഇപ്പോൾ ആർക്ക് കിട്ടിയത്? KV തോമസിന് കിട്ടിയത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ KV തോമസ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ പദവി എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ട് ക്യാബിനറ്റ് പദവിയോടെ നിയമിച്ചു. ഇത് 1ാം പിണറായി മന്ത്രിസഭയിൽ ആർക്കായിരുന്നു? MP A സമ്പത്ത് വഹിച്ച പദവിയാണ് ഇപ്പോൾ KV തോമസിന് ഉള്ളത്. ഓക്കെ, അടുത്ത ദേവസ്വം ബോർഡ്. ഓരോ ദേവസ്വം ബോർഡിൽ നമുക്കറിയാം മലബാർ ദേവസ്വം ബോർഡ്, അതുപോലെ തന്നെ കൊച്ചി ദേവസ്വം ബോർഡൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രതിനിധികൾ അല്ലെങ്കിൽ പ്രസിഡന്റ് ആരാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് MR മുരളിയെയും, മലബാർ മുരളി കേട്ടോ, മലബാർ വെച്ച് നമുക്ക് കണക്ട് ചെയ്യാലോ. അപ്പം മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിട്ട് MR മുരളിയെയും
കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് ഡോക്ടർ MK സുദർശനെയും തിരഞ്ഞെടുത്തു. അപ്പോൾ അവിടെ ഒരു കെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ കൊച്ചി MK സുദർശൻ, കൊച്ചിയിൽ MK സുദർശൻ. മലബാറിലാണെങ്കിൽ ആരാണ്? MR മുരളി മലബാർ. സുദർശൻ സുദർശൻ MK സുദർശൻ. അപ്പം MK സുദർശൻ എവിടെയാണ്? കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ടും തിരഞ്ഞെടുത്തു. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് റിവിഷൻ നോക്കുകയാണ്. ലുല ഡ സിൽവ ആരാണ്? എൻ്റെ ഒപ്പം ഒന്ന് പറയാൻ നോക്കുക. ലുല ഡ സിൽവ ബ്രസീലിൻ്റെ പുതിയ പ്രസിഡൻ്റാണ്, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ്. ജനുവരി 1 നിയമിതനായത്. 2003 മുതൽ 2010 വരെ അദ്ദേഹം ബ്രസീലിൻ്റെ പ്രസിഡന്റ് തന്നെയായിരുന്നു. 2ാമത്തെ വരവാണിത്. സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തെ തുടർന്ന് എന്ത് ചെയ്തു? രാജിവെച്ചിരുന്നു. എഗെയിൻ അദ്ദേഹം എന്ത് ചെയ്തു? ജനുവരി 4 വീണ്ടും മന്ത്രിസഭയിൽ അംഗമായി. ഫിഷറീസ്, സാംസ്കാരികം, യുവജനകാര്യമൊക്കെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ. അതുപോലെ തന്നെ KV തോമസ് ആണെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിട്ട് ക്യാബിനറ്റ് പദവിയോടെ നിയമിക്കപ്പെട്ടു. മുൻപ് 1ാം പിണറായി മന്ത്രിസഭയിലെ MP A സമ്പത്ത് വഹിച്ച പദവിയാണ് ഇപ്പോൾ KV തോമസിനുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ ആണെങ്കിൽ മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് MR മുരളിയെയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് MK സുദർശനെയും തിരഞ്ഞെടുത്തു. അപ്പോൾ ഓൾ ഇൻ വൺ ടച്ച് ഇതുവരെ, അതായത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പുതിയ ബാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. LDC, LGS, അതുപോലെ തന്നെ LP, UP എല്ലാത്തിനും നമ്മുടെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും വേണ്ട പുതിയ ബാച്ചുകൾ വളരെ കുറഞ്ഞ റേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പെയ്ഡ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇടുന്ന ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, എല്ലാവരും കാണുക. ഓക്കെ, നിങ്ങളുടെ എക്സാം വരെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഞങ്ങൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യുക? ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, നീതി ആയോഗ് അല്ലേ? നമുക്കറിയാം നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ മാറ്റി എപ്പോഴാണ്? 2015 ജനുവരി 1 നിലവിൽ വന്നതാണ് നീതി ആയോഗ് അല്ലേ? നീതി ആയോഗ് നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പോൾ 2015 ജനുവരി 1 നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ 12ാമത്തെ പഞ്ചവത്സര പദ്ധതിയൊക്കെ, അതായത് 2012 മുതൽ 2017 വരെയുള്ള പഞ്ചവത്സര പദ്ധതിയാണ് നമ്മൾ അവിടെ നിർത്തിയത് അല്ലേ? അതിന് ശേഷം വന്നതാണ് എന്ത്? നീതി ആയോഗ് എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നാണ് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ഓക്കെ, നീതി ആയോഗിൻ്റെ CEO ആയി IAS ഉദ്യോഗസ്ഥൻ BVR സുബ്രഹ്മണ്യത്തെ നിയമിച്ചു. അപ്പോൾ CEO ആദ്യത്തെ CEO ആരാണെന്ന് ചിലപ്പോൾ ചോദിക്കാം, നമുക്ക് GKയുടെ പാർട്ടിൽ ചോദിക്കാം. ആദ്യത്തെ നീതി ആയോഗിൻ്റെ ആദ്യത്തെ CEO സിന്ധുശ്രീ കുല്ലർ ആയിരുന്നു കേട്ടോ. സിന്ധുശ്രീ ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രാധാന്യമുണ്ട് അല്ലേ? അപ്പോൾ ആദ്യത്തെ നീതി ആയോഗിൻ്റെ CEO ആരായിരുന്നു? സിന്ധുശ്രീ കുല്ലർ ആയിരുന്നു എന്ന് ആലോചിച്ച് വയ്ക്കുക. ഇപ്പോഴാണ് നീതി ആയോഗിൻ്റെ CEO ആയി IAS ഉദ്യോഗസ്ഥൻ BVR സുബ്രഹ്മണ്യത്തെ നിയമിച്ചു. CEO പരമേശ്വരൻ അയ്യർ ലോകബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയതോടെയാണ് ഈ നിയമനം നടന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ CEO ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ IAS ഉദ്യോഗസ്ഥനായ BVR സുബ്രഹ്മണ്യമാണ്. അടുത്തത് മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു. അദ്ദേഹം ബംഗ്ലാദേശിൻ്റെ പ്രസിഡൻ്റാണ് കേട്ടോ. ബംഗ്ലാദേശിൻ്റെ പ്രസിഡൻ്റാണ് ചുപ്പു. അപ്പോൾ മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു ബംഗ്ലാദേശ് പ്രസിഡൻ്റായ അവാമി ലീഗിൻ്റെ
പ്രസിഡൻ്റാണ് കേട്ടോ. മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു തിരഞ്ഞെടുക്കപ്പെട്ടു. ബംഗ്ലാദേശിൻ്റെ എത്രാമത്തെ പ്രസിഡൻ്റാണ് ചിലപ്പോൾ ചോദിക്കുന്നത്? 22. ബംഗ്ലാദേശിൻ്റെ 22ാമത്തെ പ്രസിഡൻ്റായി ചുമതലയേറ്റത് ആരാണ് എന്ന് ചോദിക്കും. അപ്പോൾ ആ നമ്പറും കൂടെ പഠിച്ചു വയ്ക്കുക. ബംഗ്ലാദേശിൻ്റെ പ്രസിഡൻ്റായ 22ാമത്തെ പ്രസിഡൻ്റായ വ്യക്തിത്വമാണ് ആര്? മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു. അപ്പോൾ ചുപ്പു 22ാമത്തെ ബംഗ്ലാദേശിൻ്റെ പ്രസിഡൻ്റാണ്. അവാമി ലീഗിൻ്റെ നേതാവാണ്. ഓക്കെ. ലീ ചിയാങ് ചൈനയുടെ പുതിയ പ്രധാനമന്ത്രിയായി ലീ ചിയാങ് അധികാരമേറ്റു. 2013 മുതൽ പ്രധാനമന്ത്രിയായിരുന്ന ലീ കെ ചിയാങ്ങിൻ്റെ പിൻഗാമിയാണ് ലീ ചിയാങ് കേട്ടോ. അപ്പോൾ പേര് മാറിപ്പോകരുത്. മുന്നിലത്തെ ആള് ലീ കെ ചിയാങ്ങിൻ്റെ പിൻഗാമിയാണ് ലീ ചിയാങ്. അദ്ദേഹമാണ് ഇപ്പോൾ ചൈനയിലത്തെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് അധികാരം ഏറ്റത്. ഓക്കെ. രാംചന്ദ്ര പൗഡേൽ ആരാണ്? നേപ്പാളിൻ്റെ പുതിയ പ്രസിഡൻ്റായി രാംചന്ദ്ര പൗഡേൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ബിന്ദ്യാദേവി ഭണ്ഡാരിയുടെ കാലാവധി അവസാനിച്ചതോടെയാണ് പൗഡേൽ നേപ്പാളിലെ 3ാമത്തെ പ്രസിഡൻ്റായത്. അപ്പോൾ നേപ്പാളിലെ 3ാമത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കാം. ആരാണ്? പൗഡേലാണ് കേട്ടോ. രാംചന്ദ്ര പൗഡേൽ നേപ്പാളിൻ്റെ പുതിയ പ്രസിഡൻ്റായി രാംചന്ദ്ര പൗഡേൽ പ്രൗഢിയോടെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ആലോചിക്കുക. പൗഡേൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനു മുമ്പ് ആരായിരുന്നു? ബിന്ദ്യാദേവി ഭണ്ഡാരി ആയിരുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിച്ചതോടെയാണ് നേപ്പാളിലെ 3ാമത്തെ പ്രസിഡൻ്റായിട്ട് രാംചന്ദ്ര പൗഡേൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. സാങ്മ റിയോ സാഹ ആരൊക്കെയാണ് ഇവരെന്ന് നോക്കി വെച്ചാൽ മേഘാലയയിൽ കോൺറോഡ് സാങ്മയും നാഗാലാൻഡിൽ നെയ്ഫു റിയോയും ത്രിപുരയിൽ മാണിക് സാഹയും വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. അപ്പോൾ മേഘാലയയിൽ കോൺറോഡ് സാങ്മ, മേഘാലയ ആർക്കാണ്? സാങ്മയ്ക്ക് കിട്ടി. നാഗാലാൻഡ് നെയ്ഫ്യൂന് കിട്ടി കേട്ടോ. നാഗാലാൻഡ് നെയ്ഫ്യൂ അങ്ങനെ ആലോചിച്ചാൽ മതി. നാഗാലാൻഡിൽ എന്നുണ്ട്, നെയ്ഫ്യൂലും എന്നുണ്ട്. ത്രിപുരയിൽ പിന്നെ മാണിക് സർക്കാരിൻ്റെ കാര്യം നമുക്കറിയാം അല്ലേ. കുറേ പ്രാവശ്യം കോൺസിക്യൂട്ടീവായിട്ട് അത്രയും ടേമിൽ ഭരിച്ച ആളാണ് മാണിക് സർക്കാർ. അപ്പം മാണിക് സാഹയും ത്രിപുരയിൽ ആരാണ്? മാണിക് സാഹയും അധികാരമേറ്റു. മേഘാലയയിൽ കോൺറോഡ് സാങ്മയും നാഗാലാൻഡിൽ നെയ്ഫ്യൂ റിയോയും ത്രിപുരയിൽ മാണിക് സാഹയും വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെയും മേഘാലയയിൽ NPP BJP സഖ്യവും നാഗാലാൻഡിൽ NDPP BJP സഖ്യവും ഭരണത്തുടർച്ച നേടിയാണ് അധികാരത്തിൽ തിരിച്ചെത്തിയത്. അപ്പോൾ ഓരോന്നും BJP ആണ് ത്രിപുരയിൽ, NPPയും BJP ഉള്ള സഖ്യമാണ് നാഗാലാൻഡിൽ, NDPPയും BJP സഖ്യമാണ് എവിടെ? നമ്മുടെ മേഘാലയയിൽ തുടർ ഭരണത്തിൽ എത്തിയത് എന്നും കൂടെ ആലോചിച്ച് വയ്ക്കുക. സാങ്മ മേഘാലയ, റിയോ നാഗാലാൻഡ്, മാണിക് സാഹ ത്രിപുര. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് റിവിഷൻ ചെയ്യുക. നീതി ആയോഗിൻ്റെ പുതിയ CEO ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ IAS ഉദ്യോഗസ്ഥനായ BVR സുബ്രഹ്മണ്യമാണ്. ഇനി മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു ആരാണ്? ബംഗ്ലാദേശിൻ്റെ 22ാമത്തെ പ്രസിഡൻ്റായിട്ട് നിയമിതനായ വ്യക്തിയാണ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ചുപ്പു. ലീ ചിയാങ് ആരാണ്? ചൈനയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് ലീ ചിയാങ്. ഇനി പൗഡേൽ ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ നേപ്പാളിലെ 3ാമത്തെ പ്രസിഡൻ്റാണ് രാംചന്ദ്ര പൗഡേൽ. സാങ്മ റിയോ സാഹ, സാങ്മ ആരാണ്? മേഘാലയയിലെ മുഖ്യമന്ത്രിയായി സാങ്മയും നാഗാലാൻഡിലെ റിയോയും ത്രിപുരയിലെ മാണിക് സാഹയുമായിട്ട് ചുമതല ഏറ്റു. ഓക്കെ, മുഖ്യമന്ത്രിയായിട്ട്. അടുത്താണ് ശൈലേഷ് പാഠക് ആരാണെന്ന് നോക്കി വെച്ചാൽ ഫിക്കി, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഫിക്കിയുടെ സെക്രട്ടറി ജനറലായിട്ട് നിയമിതനായ വ്യക്തിയാണ് ശൈലേഷ് പാഠക്. ഫിക്കി കേട്ടിട്ടുണ്ടാവും അല്ലേ. ചിലപ്പോൾ ഫിക്കിയുടെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാം. എന്താണ്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഫിക്കിയുടെ പുതിയ വ്യക്തിത്വമാണ്. അതായത് ഫിക്കിയുടെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ സെക്രട്ടറി ജനറലായിട്ട് മുൻ IAS ഉദ്യോഗസ്ഥൻ ശൈലേഷ് പാഠക് ചുമതലയേറ്റു. അപ്പോൾ ശൈലേഷ് പാഠക് ആരാണെന്ന് പഠിച്ചു വയ്ക്കുക. ഫിക്കിയുടെ സെക്രട്ടറി ജനറലാണ് ഫിക്കി. ജിയാനി ഇൻഫാന്റിനോ, നമ്മൾ കേൾക്കുന്നില്ലേ ഇൻഫാന്റിനോ, ലോക ഫുട്ബോൾ ഭരണസമിതി ഫിഫയുടെ പ്രസിഡൻ്റായ ജിയാനി ഇൻഫാന്റിനോ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു.
റുവാൻഡൽ തലസ്ഥാനമായ കിഗാലിയിൽ നടന്ന ഫിഫ കോൺഗ്രസിൽ എതിരില്ലാതെയാണ് ഇൻഫാന്റിനോ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഫിഫയുടെ പ്രസിഡൻ്റായിട്ട് ഫിഫ അല്ലേ, നമ്മൾ ഫുട്ബോൾ ആയിട്ട് റിലേറ്റ് ചെയ്ത സംഘടനയാണ് ഫിഫയുടെ പ്രസിഡൻ്റായിട്ട് വീണ്ടും ആരെ തന്നെ ജിയാനി ഇൻഫാന്റിനോ തന്നെ തിരഞ്ഞെടുത്തു. ഓക്കെ. സാഹിത്യ അക്കാദമി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ പ്രസിഡന്റായി മാധവ് കൗശിക്കിനെയും വൈസ് പ്രസിഡന്റായി പ്രൊഫസർ കുമുദ് ശർമ്മയെയും തെരഞ്ഞെടുത്തു. KP രാമനുണ്ണി നിർവാഹക സമിതി അംഗവും മലയാളം ഉപസമിതി കൺവീനറുമായി. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ പുതിയ പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കാം. പുതിയ പ്രസിഡന്റ് ആരാണ്? മാധവ് കൗശിക് കേട്ടോ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ പ്രസിഡന്റ് മാധവ് കൗശിക്, വൈസ് പ്രസിഡന്റ് കുമുദ് ശർമ്മ. മാധവ് കൗശിക് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് കുമുദ് ശർമ്മ. പിന്നെ KP രാമനുണ്ണി നിർവാഹക സമിതി അംഗവും മലയാള ഉപസമിതി കൺവീനറുമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം മാധവ് കൗശിക് ആരാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ പ്രസിഡന്റാണ്. പ്രൊഫസർ കുമുദ് ശർമ്മ ആരാണ്? വൈസ് പ്രസിഡന്റാണ്. KP രാമനുണ്ണി മലയാളിയാണ്, നിർവാഹക സമിതി അംഗവും മലയാളി ഉപസമിതി കൺവീനറും ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അംഗമായി ഇന്ത്യ ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അംഗമായിട്ട് ഇന്ത്യ, അതായത് ഏഷ്യ പസഫിക് മേഖലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ആര്? ഇന്ത്യ. 2024 മുതൽ 28 വർഷത്തേക്കാണ് നിയമനം. സ്ഥിതിവിവര കണക്കുമായി ബന്ധപ്പെട്ട രാജ്യാന്തര പ്രവർത്തനങ്ങളുടെ മേൽനോട്ട ചുമതലയുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ. അപ്പോൾ ഏഷ്യ പസഫിക് റീജിയനിൽ നിന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിലേക്ക് ആര് തിരഞ്ഞെടുക്കപ്പെട്ടു? ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടു. 2024 മുതൽ 28 വർഷത്തേക്കാണ് ഇന്ത്യക്ക് ഈ പദവി ഉള്ളത്. അപ്പോൾ ശൈലേഷ് പാഠക് ആരാണ്? ഫിക്കിയുടെ സെക്രട്ടറി ജനറലാണ്. ജിയാനി ഇൻഫാന്റിനോ ഫിഫയുടെ പ്രസിഡന്റാണ്. സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുതിയ പ്രസിഡന്റായിട്ട് മാധവ് കൗശിക്കിനെയും വൈസ് പ്രസിഡന്റായിട്ട് കുമുദ് ശർമ്മയെയും നിയമിച്ചു. സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ അംഗമായിട്ട് ഏഷ്യ പസഫിക് റീജിയനിൽ നിന്ന് ആര് തിരഞ്ഞെടുക്കപ്പെട്ടു? ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടു. 2024 മുതൽ 28 വരെയുള്ള വർഷത്തേക്കാണ് ഈ നിയമനം വരുന്നത്. ഓക്കെ. സ്റ്റാറ്റിസ്റ്റിക്കലിൻ്റെ എന്തിൻ്റെ പ്രവർത്തനമാണെന്ന് ചോദിച്ചാൽ സ്ഥിതി വിവര കണക്കുകളുടെ പ്രവർത്തനമാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന് ഉള്ളത്. അടുത്തത് ജയശ്രീ നായർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ അംഗീകൃത റഫറിംഗ് പാനലിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള വനിതാ റഫറി ജയശ്രീ നായരെ ഉൾപ്പെടുത്തി. അപ്പോൾ വലിയൊരു നേട്ടമാണ് അല്ലേ, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ലേഡിയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് അവർക്ക് കിട്ടിയത്. ജയശ്രീ നായർ ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ അംഗീകൃത റഫറിംഗ് പാനലിലേക്ക്, റഫറിംഗ് പാനലിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള വനിതാ റഫറി ജയശ്രീ നായരെയാണ് തെരഞ്ഞെടുത്തത്. ഇത് കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് കോട്ടയം സ്വദേശിനിയായ ജയശ്രീ നായർ. അപ്പോൾ ജയശ്രീ നായരെ നമുക്ക് അവിടെ പഠിക്കാം. ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ അംഗീകൃത റഫറിംഗ് പാനലിലേക്ക് നിയമിതയായി. ജയശ്രീ നായർ കോട്ടയംകാരിയാണ് കേട്ടോ. അപ്പോൾ ജയശ്രീ നായർ ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ അംഗീകൃത റഫറിംഗ് പാനലിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള വനിതാ റഫറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം, അവരെവിടെയാണ്? കോട്ടയംകാരിയാണ്. പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ. ഹേഗ് ആസ്ഥാനമായ പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഇന്ത്യൻ ന്യായാധിപരായ KSP രാധാകൃഷ്ണൻ, ഇന്ദു മൽഹോത്ര, R സുഭാഷ് റെഡ്ഡി, KAS ജവേരി എന്നിവരെ നിയമിച്ചു. 6 വർഷത്തേക്കാണ് നിയമനം. അപ്പോൾ പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ ആരെയൊക്കെയാണ്? ഹേഗ് തലസ്ഥാനമായിട്ടുള്ള പാനലാണിത്. പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഇന്ത്യൻ ന്യായാധിപരായ KSP രാധാകൃഷ്ണൻ, ഇന്ദു മൽഹോത്ര, സുഭാഷ് റെഡ്ഡി, KAS ജവേരി എന്നിവരെ 6 വർഷത്തേക്കാണ് ഇതിലേക്ക് പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനിലേക്ക് നിയമിച്ചത്. ഹേഗാണ് തലസ്ഥാനം, ഹേഗ് ആസ്ഥാനമായിട്ടുള്ള ഇതാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. രാജേഷ് നമ്പ്യാർ, കോഗ്നിസെൻറ്റ് മാനേജിംഗ് ഡയറക്ടർ രാജേഷ് നമ്പ്യാർ IT കമ്പനിയുടെ ദേശീയ കൂട്ടായ്മയായ നാസ്കോമിൻ്റെ പുതിയ ചെയർപേഴ്സണായി.
SAP ലാബ്സ് MD ആയ സിന്ധു ഗംഗാധരനാണ് വൈസ് ചെയർപേഴ്സൺ. അപ്പോൾ നാസ്കോം, നമ്മുടെ എന്താണ് നാസ്കോം എന്ന് ചോദിച്ചാൽ IT കമ്പനികളുടെ ദേശീയ കൂട്ടായ്മയാണ് നാസ്കോം. അതിൻ്റെ പുതിയ ചെയർപേഴ്സണായി രാജേഷ് നമ്പ്യാർ, കൊഗ്നിസെൻറ്റ് മാനേജിംഗ് ഡയറക്ടറാണ് കേട്ടോ. അപ്പോൾ കൊഗ്നിസെൻ്റ് MD ആയ രാജേഷ് നമ്പ്യാറാണ് നാസ്കോമിൻ്റെ പുതിയ ചെയർപേഴ്സൺ. നാസ്കോം എന്താണെന്ന് ചോദിച്ചാൽ IT കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ് നാസ്കോം എന്ന് പറയുന്നത്. ഇനി MD സിന്ധു ഗംഗാധരനാണ് വൈസ് ചെയർപേഴ്സൺ. സിന്ധു ഗംഗാധരനാണ് വൈസ് ചെയർപേഴ്സൺ. ഓക്കെ, അതും കൂടെ മനസ്സിലാക്കി വയ്ക്കുക. M ഷാജർ സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനായി ഷാജർ ഏപ്രിൽ 28 ചുമതലയേറ്റു. ചിന്ത ജെറോമിൻ്റെ പിൻഗാമിയായാണ് നിയമനം. ചിന്ത ജെറോമിൻ്റെ പിൻഗാമിയായി സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനായി ഷാജർ ചുമതലയേറ്റു. അപ്പോൾ ജയശ്രീ നായർ ആരാണ്? ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ റഫറിംഗ് പാനലിലേക്കുള്ള ഇന്ത്യയിൽ നിന്നുള്ള റഫറിയാണ്. കേരള സ്വദേശിയാണ്. ഓക്കെ, പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഹേഗ് ആസ്ഥാനമായിട്ടുള്ള പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ ഇന്ത്യൻ ന്യായാധിപരായ KSP രാധാകൃഷ്ണൻ, ഇന്ദു മൽഹോത്ര, R സുഭാഷ് റെഡ്ഡി, KAS ജവേരി എന്നിവരെ 6 വർഷത്തേക്ക് നിയമിച്ചു. രാജേഷ് നമ്പ്യാർ ആരാണെന്ന് ചോദിച്ചാൽ കോഗ്നിസെൻ്റ് MD ആണ്. അദ്ദേഹമാണ് നാസ്കോമിൻ്റെ പുതിയ ചെയർപേഴ്സൺ. വൈസ് ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ സിന്ധു ഗംഗാധരനാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഷാജർ സംസ്ഥാനത്തെ യുവജന കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റു. ചിന്ത ജെറോമിൻ്റെ പിൻഗാമിയായാണ് നിയമനം. ചാൾസ് മൂന്നാമൻ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യക്തിത്വമാണ് ചാൾസ് മൂന്നാമൻ. യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ 14ാമത്തെ കോമൺവെൽത്ത് മേഖലകളുടെയും അപ്പോൾ UKയുടെയും 14 കോമൺവെൽത്ത് മേഖലകളുടെയും രാജാവായി ചാൾസ് മൂന്നാമൻ കിരീടധാരണം ചെയ്തു. മെയ് 6 വെസ്റ്റ്മിൻസ്റ്റർ ആംബിയിൽ നടന്ന 70 വർഷം മുമ്പ് എലിസബത്ത് രാജ്ഞിയുടെ സ്ഥാനാരോഹണമായിരുന്നു ഇതിന് മുമ്പത്തെ കിരീടധാരണ ചടങ്ങ്. അപ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെയും 14 കോമൺവെൽത്ത് മേഖലകളുടെയും രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ചാൾസ് മൂന്നാമനാണ്. മെയ് 6 വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ ആണ് അദ്ദേഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടന്നത്. 70 വർഷം മുമ്പ് എലിസബത്ത് രാജ്ഞിയുടെ സ്ഥാനാരോഹണമായിരുന്നു ഇതിനു മുമ്പത്തെ കിരീടധാരണ ചടങ്ങ്. ചാൾസ് മൂന്നാമൻ ആരാണ്? യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെയും 14 കോമൺവെൽത്ത് മേഖലകളുടെയും രാജാവാണ് ചാൾസ് മൂന്നാമൻ. തയ്പ് എർദോഗൻ തുർക്കി പ്രസിഡന്റ് ആണ് കേട്ടോ. തുർക്കി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തയ്പ് എർദോഗൻ വിജയം നേടി. തയ്പ് തുർക്കി പ്രസിഡന്റ് എന്ന് പഠിച്ചു വയ്ക്കുക. തുർക്കി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തയ്പ് എർദോഗൻ വിജയം നേടി. ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെന്റ് പാർട്ടിയുടെ എർദോഗൻ ഇത് 3ാം തവണയാണ് തുർക്കി പ്രസിഡന്റ് ആവുന്നത്. തയ്പ് തുർക്കി 3ാം തവണയാണ് അദ്ദേഹം പ്രസിഡന്റ് ആവുന്നത്. പ്രവീൺ സൂദ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBIയുടെ പുതിയ ഡയറക്ടറാണ്. കർണാടക DGP പ്രവീൺ സൂദിനെ മെയ് 14 നിയമിച്ചു. 2 വർഷത്തേക്കാണ് നിയമനം. പ്രവീൺ സൂദ് CBI ഡയറക്ടർ പ്രവീൺ സൂദ് CBI ഡയറക്ടർ, കർണാടക DGP ആണ് അദ്ദേഹം. 2 വർഷത്തേക്കാണ് നിയമനം. അജയ് ബംഗ, നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടമാണ് അല്ലേ? അജയ് ബംഗ ലോക ബാങ്ക് പ്രസിഡന്റായി ഇന്ത്യൻ വംശജനായ അജയ് ബംഗ മെയ് 3 നിയമിച്ചു. ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ്. അപ്പോൾ ലോക ബാങ്കിൻ്റെ തലപ്പത്തുള്ള ഒരു ഇന്ത്യൻ സാന്നിധ്യമാണ് അല്ലേ? അപ്പം ലോക ബാങ്ക് പ്രസിഡന്റായി ഇന്ത്യൻ വംശജനായ അജയ് ബംഗയെ മെയ് 3 നിയമിച്ചു. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വംശജൻ ലോക ബാങ്ക് പ്രസിഡന്റ് ആവുന്നത്. 5 വർഷത്തേക്കാണ് നിയമനം. US പ്രസിഡന്റ് ജോ ബൈഡനാണ് ബംഗയെ നാമനിർദ്ദേശം ചെയ്തത്. അപ്പോൾ അജയ് ബംഗ ലോക ബാങ്ക് പ്രസിഡന്റ് ഇന്ത്യൻ വംശജനാണ് കേട്ടോ. ഇന്ത്യൻ വംശജൻ ആയിട്ട് ലോക ബാങ്കിന്റെ തലപ്പത്തെത്തുന്ന ആളുകൂടെയാണ്. ചാൾസ് മൂന്നാമൻ ആരാണ്? യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെയും 14 കോമൺവെൽത്ത് മേഖലകളുടെയും രാജാവാണ് ചാൾസ് മൂന്നാമൻ. തയ്പ് ആരാണ്? തുർക്കി പ്രസിഡന്റാണ്. 3ാമത്തെ പ്രാവശ്യമാണ് തയ്പ് തുർക്കി പ്രസിഡന്റ് ആവുന്നത്. പ്രവീൺ സൂദ് CBI ഡയറക്ടർ, CBIയുടെ പുതിയ ഡയറക്ടറാണ് പ്രവീൺ സൂദ്. കർണാടകക്കാരനാണ്, DGP ആണ് അദ്ദേഹം. അജയ് ബംഗ ലോക ബാങ്കിൻ്റെ പ്രസിഡന്റായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ. ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വംശജൻ ലോക ബാങ്കിൻ്റെ പ്രസിഡന്റ് ആവുന്നത്. അടുത്തതാണ് രവ്നീത് കൗർ.
കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സണായി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ റവ്നീത് കൗറിനെ നിയമിച്ചു. 5 വർഷത്തേക്കാണ് നിയമനം. അപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സണാണ് റവ്നീത് കൗർ. അടുത്ത പ്രവീൺ കുമാർ ശ്രീവാസ്തവ, കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് പ്രവീൺ കുമാർ ശ്രീവാസ്തവ മെയ് 29 ചുമതലയേറ്റു. സുരേഷ് N പട്ടേലിൻ്റെ പിൻഗാമിയായിട്ടായിരുന്നു നിയമനം. അപ്പോൾ പ്രവീൺ കുമാർ ശ്രീവാസ്തവ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ, കേന്ദ്ര വിജിലൻസ് കമ്മീഷണറാണ് ആര്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ ആരാണ്? കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ. CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പുതിയ പ്രസിഡന്റ് ആരാണ്? R ദിനേശ് കേട്ടോ. TVS സപ്ലൈ ചെയിൻ ചുമതലയേറ്റു. രാജീവ് മെമാനി ആണ് പുതിയ വൈസ് പ്രസിഡന്റ്. അപ്പോൾ CIIയുടെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ പ്രസിഡന്റ് ആരാണ്? R ദിനേശ് ആണ്. വൈസ് പ്രസിഡന്റ് രാജീവ് മെമാനിയും R ദിനേശ് CIIയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റായിട്ട് രാജീവ് മെമാനിയും ചുമതലയേറ്റു. സിദ്ധരാമയ്യ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസിൻ്റെ സിദ്ധരാമയ്യ അധികാരമേറ്റു. 2ാം തവണയാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാവുന്നത്. DK ശിവകുമാറാണ് ഉപമുഖ്യമന്ത്രി. അപ്പോൾ സിദ്ധരാമയ്യ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റു. 2ാം തവണയാണ് അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വരുന്നത്. DK ശിവകുമാറാണ് ഉപമുഖ്യമന്ത്രി. ഇനി പുതിയ മുഖ്യമന്ത്രിമാർ നമുക്ക് പഠിക്കണം. മധ്യപ്രദേശിൽ മോഹൻ യാദവ്. മോഹിപ്പിക്കുന്നതാണല്ലേ മധ്യപ്രദേശ്. അപ്പോൾ മോഹൻ യാദവ് മധ്യപ്രദേശ് നമ്മുടെ നടുവിലായതുകൊണ്ട് നമുക്ക് എപ്പോഴും അതിനോടൊരു മോഹം ഉണ്ടെന്ന് ആലോചിക്കുക. അപ്പോൾ മധ്യപ്രദേശിൽ മോഹൻ യാദവും. ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് കേട്ടോ. ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായിയും. രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മയും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. തെലങ്കാന മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് രേവന്ത് റെഡ്ഡിയും മിസോറാം മുഖ്യമന്ത്രിയായി സോറാം പീപ്പിൾസ് മൂവ്മെന്റ് നേതാവ് ലാൽദ് ഹോമയും സ്ഥാനമേറ്റു. അപ്പം മിസോറാം മുഖ്യമന്ത്രിയായി പീപ്പിൾസ് മൂവ്മെന്റ് നേതാവ് ലാൽദ് ഹോമയും സ്ഥാനമേറ്റു. അപ്പം മധ്യപ്രദേശിൽ മോഹൻ യാദവ്, ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായി, എഴുതി വെച്ചിട്ട് തന്നെ ഒന്ന് പഠിക്കുക. രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മ, രാജസ്ഥാനിൽ ഭയങ്കര ഭജനയാണെന്ന് ആലോചിക്കുക. ഭജൻലാൽ ശർമ്മയും. അതുപോലെ തന്നെ തെലുങ്കാനയിൽ രേവന്ത് റെഡ്ഡി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തെലുങ്കാനയുമായിട്ട് കണക്ട് ചെയ്യാം. മിസോറാമിൽ ലാൽദ് ഹോമയും സ്ഥാനമേറ്റു. മധ്യപ്രദേശിൽ മോഹൻ യാദവ്, ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായി, രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മ, അതുപോലെ തന്നെ തെലുങ്കാനയിൽ രേവന്ത് റെഡ്ഡിയും മിസോറാമിൽ ലാൽദ് ഹോമയും സ്ഥാനമേറ്റു. അപ്പം ഒരിക്കൽ കൂടെ നോക്കാം. റവ്നീത് കൗർ ആരാണ്? കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർപേഴ്സണായി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ റവ്നീത് കൗറിനെ നിയമിച്ചു. 5 വർഷത്തേക്കാണ് കേട്ടോ. പ്രവീൺ കുമാർ ശ്രീവാസ്തവ ആരാണ്? കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് മെയ് 29 അധികാരമേറ്റു. സുരേഷ് N പട്ടേലിൻ്റെ പിൻഗാമിയാണ്. CIIയുടെ R ദിനേശും വൈസ് പ്രസിഡന്റായിട്ട് രാജീവ് മെമാനിയും അധികാരമേറ്റു. സിദ്ധരാമയ്യ കർണാടകത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രിയായിട്ട്, അതായത് 2ാം തവണയും മുഖ്യമന്ത്രിയായിട്ട് അധികാരത്തിലെത്തി. ഉപമുഖ്യമന്ത്രി ആരാണ്? DK ശിവകുമാറാണ്. പുതിയ മുഖ്യമന്ത്രിമാർ മധ്യപ്രദേശിൽ മോഹൻ യാദവ്, ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായി, രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മ, അതുപോലെ തന്നെ തെലുങ്കാനയിൽ രേവന്ത് റെഡ്ഡി, മിസോറാമിൽ ലാൽദ് ഹോമയും സ്ഥാനമേറ്റു. SV ഭട്ടി പഠിക്കണം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സാരസ വെങ്കിട നാരായണ ഭട്ടി SV ഭട്ടി എന്തായി? കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി. SV ഭട്ടി സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായി. കേരള ഹൈക്കോടതിയിൽ ഏറ്റവും സീനിയർ ജഡ്ജിയാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ SV ഭട്ടി. അപ്പോൾ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് SV ഭട്ടി സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായി കേട്ടോ. സുപ്രീം കോടതി ജഡ്ജിയായിട്ട് SV ഭട്ടി, അതായത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് SV ഭട്ടി സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായി. കേരള ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ ജഡ്ജിയാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ SV ഭട്ടി.
മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ പ്രസിഡന്റായി അബ്ദുള്ള അൽ മാൻഡസും വൈസ് പ്രസിഡന്റായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ മൃത്യുഞ്ജയ് മൊഹാപത്രയും തിരഞ്ഞെടുക്കപ്പെട്ടു. 4 വർഷത്തേക്കാണ് കാലാവധി. അപ്പോൾ മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റായി അബ്ദുള്ള അൽ മാൻഡസും UAE ആണ്. വൈസ് പ്രസിഡന്റായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ മൃത്യുഞ്ജയ് മൊഹാപത്രയും തിരഞ്ഞെടുക്കപ്പെട്ടു. മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ ട്ടോ. ആരതി ഹൊല്ല മെയ്നി ഐക്യരാഷ്ട്ര സംഘടനയുടെ ബാഹ്യാകാശകാര്യ ഓഫീസ് US ഓഫീസ് ഫോർ ഔട്ടർ സ്പേസ് അഫയേഴ്സ് ഡയറക്ടറായി ഇന്ത്യൻ വംശജ ആരതി ഹൊല്ല മെയ്നി നിയമിച്ചു. അപ്പോൾ ആരതി ഹൊല്ല മെയ്നി ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ UN ഓഫീസ് ഓഫ് ഔട്ടർ സ്പേസ് അഫയേഴ്സിൻ്റെ ഡയറക്ടറായിട്ട് UN ഓഫീസ് ഓഫ് ഔട്ടർ സ്പേസ് അഫയേഴ്സിൻ്റെ ഡയറക്ടറായിട്ട് ഇന്ത്യൻ വംശജയായ ആരതി ഹൊല്ല മെയ്നിയെ നിയമിച്ചു. ദർവേഷ് സാഹിബ് ആരാണ്? സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി. സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവിയായിട്ട് ദർവേഷ് സാഹിബ് സ്ഥാനമേറ്റു. മുൻ DGP അനിൽ കാന്ത് വിരമിച്ച ഒഴിവിലേക്കാണ്. അപ്പോൾ അനിൽ കാന്ത് വിരമിച്ചു. ആ ഒഴിവിലേക്കാണ് ദർവേഷ് സാഹിബ് അധികാരത്തിലേറ്റത്. സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി ചോദിക്കാം. സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ ദർവേഷ് സാഹിബാണ്. അനിൽ കാന്ത് വിരമിച്ച ഒഴിവിലേക്കാണ്. ഡോക്ടർ V വേണു കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി വേണു സ്ഥാനമേറ്റു. ഡോക്ടർ VP ജോയുടെ പിൻഗാമിയായിട്ടാണ് ഇദ്ദേഹം സ്ഥാനമേറ്റത്. അപ്പോൾ ഡോക്ടർ V വേണു ആരാണ്? കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ V വേണു ചോദിക്കാം. അപ്പോൾ ഡോക്ടർ V വേണു ആണ് കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത്. ഇദ്ദേഹം ആരുടെ പിൻഗാമിയായിരുന്നു എന്ന് ചോദിച്ചു വെച്ചാൽ VP ജോയുടെ പിൻഗാമിയായിട്ടാണ്. അപ്പോൾ SV ഭട്ടി കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ SV ഭട്ടി സുപ്രീം കോടതിയുടെ ജഡ്ജിയായിട്ട് നിയമിതനായി. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ പ്രസിഡന്റായി അബ്ദുള്ള അൽ മാൻഡസും അതേപോലെ തന്നെ ഇന്ത്യയുടെ മൃത്യുഞ്ജയ് മൊഹാപത്ര വൈസ് പ്രസിഡന്റായിട്ടും നിയമിതനായി. ആരതി ഹൊല്ല മെയ്നി ആരാണ്? UN ഓഫീസ് ഫോർ ഔട്ടർ സ്പേസ് അഫയേഴ്സിൻ്റെ ഡയറക്ടറായി നിയമിതനായി. ദർവേഷ് സാഹിബ് സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവി. അനിൽ വിരമിച്ച അതായത് DGP അനിൽ കാന്ത് വിരമിച്ച പൊസിഷനിലേക്കാണ് ദർവേഷ് സാഹിബ് നിയമനം നേടിയത്. V വേണു ആരാണ്? കേരള പുതിയ ചീഫ് സെക്രട്ടറിയായി ഡോക്ടർ V വേണു സ്ഥാനമേറ്റു. VP ജോയുടെ പിൻഗാമിയാണ് അദ്ദേഹം. രവി സിൻഹ ഇന്ത്യയുടെ അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് അപ്പോൾ ഇന്ത്യയുടെ വിദേശ രഹസ്യ അന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മേധാവിയായി രവി സിൻഹ ചുമതലയേറ്റു. 1985 ബാച്ച് ഛത്തീസ്ഗഡ് കേഡർ ഉദ്യോഗസ്ഥനാണ് രവി സിൻഹ. അപ്പോൾ റോയുടെ പുതിയ മേധാവി ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ രവി സിൻഹ. ലിസ ഫ്രാങ്കറ്റി US-ൻ്റെ പുതിയ നാവികസേനാ മേധാവി അഡ്മിറൽ ലിസ ഫ്രാങ്കറ്റി പ്രസിഡന്റ് ജോ ബൈഡനാണ് നിയമിച്ചത്. രാജ്യത്ത് സേനാ മേധാവിയും ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫും ആകുന്ന ആദ്യ വനിതയാണ് ഫ്രാങ്കറ്റി. അപ്പം ലിസ ഫ്രാങ്കറ്റി ആരാണ്? US-ൻ്റെ പുതിയ നാവികസേനാ മേധാവിയാണ്. ജോൺ ബൈഡനാണ് അവരെ നിയമിച്ചത്. രാജ്യത്ത് സേനാ മേധാവി ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫും ആവുന്ന ആദ്യത്തെ വനിത കൂടിയാണ് ലിസ ഫ്രാങ്കറ്റി. നാവികസേനയുടെ മേധാവിയാണെന്ന് പഠിച്ചു വയ്ക്കുക. ഷമീന സിംഗ് രാജ്യാന്തര വ്യാപാര കാര്യങ്ങളിൽ ഉപദേശം നൽകുന്നതിനുള്ള പ്രമുഖ സമിതിയിൽ ഇന്ത്യൻ വംശജയായ ഷമീന സിംഗിനെ US പ്രസിഡന്റ് ജോ ബൈഡൻ നിയമിച്ചു. മാസ്റ്റർ കാർഡ് സെൻറ്റർ ഫോർ എക്സിക്യൂട്ടീവ് പ്രോഗ്രാമിൻ്റെ സ്ഥാപകയാണ് ഷമീന. അപ്പോൾ രാജ്യാന്തര വ്യാപാര കാര്യങ്ങളിൽ ഉപദേശം നൽകുന്നതിനായി പ്രമുഖരുടെ സമിതിയിൽ ഇന്ത്യൻ വംശജയായ ഷമീന സിംഗിനെ അധികാരം കൊടുത്തു. ഷമീന സിംഗ് കേട്ടോ. ജസ്റ്റിസ് ആശിഷ് ദേശായി കേരള ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ജൂലൈ 22. അപ്പോൾ നമുക്ക് ചോദിക്കാം ആശിഷ് ദേശായി കേരള ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ ആശിഷ് ദേശായി
ഭട്ടി പോയില്ലേ സുപ്രീം കോടതി ജഡ്ജി ആയിട്ട്. അപ്പോൾ SV ഭട്ടിക്ക് പിൻഗാമിയായിട്ടാണ് ഈ ആശിഷ് ദേശായിയെ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ നമുക്ക് എഴുതാം ആശിഷ് ദേശായി. ഗംഗാ സിംഗ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഗംഗാ സിംഗ് സംസ്ഥാന വനം മേധാവിയായി അധികാരമേറ്റു. അപ്പോൾ സംസ്ഥാന വനം മേധാവിയായിട്ട് ഗംഗാ സിംഗ്, ഗംഗയും വനവുമായിട്ട് കണക്ട് ചെയ്യുക. ഡോക്ടർ വി പി ജോയ് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയെ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡിൻ്റെ ചെയർമാനായി നിയമിച്ചു. അപ്പോൾ വി പി ജോയെ ഇപ്പോഴത്തെ ആരാണ് നമ്മൾ പഠിച്ചു അല്ലേ, വി വേണു. കേരള പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് ആരെ നിയമിച്ചു? ഡോക്ടർ വി വേണുവിനെ നിയമിച്ചു. അപ്പോൾ ആദ്യം ആരുടെ പിൻഗാമിയായിരുന്നു? വി പി ജോയുടെ അല്ലേ. വി പി ജോയ്ക്ക് ഇപ്പോൾ കൊടുത്ത പൊസിഷൻ എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ് കേരള പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡിൻ്റെ ചെയർമാനായി നിയമിച്ചു. 44 പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ 5000-ലേറെ തസ്തികകളുടെ നിയമന അധികാരമാണ് ബോർഡിനുള്ളത്. അപ്പോൾ വി പി ജോയ്ക്ക് പുതിയ പദവി എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡിൻ്റെ ചെയർമാനാണ്. അപ്പോൾ ഇതുവരെയുള്ള ഒന്ന് ഇതായി നോക്കാം. രവി സിൻഹ റോയുടെ മേധാവി. ലിസ ഫ്രാങ്കറ്റ് US പുതിയ നാവികസേനാ മേധാവി. ഷമീന സിംഗ് രാജ്യാന്തര വ്യാപാര കാര്യങ്ങളിൽ ഉപദേശം നൽകുന്നതിനുള്ള പ്രമുഖ സമിതിയിലെ ഇന്ത്യൻ സാന്നിധ്യം. ജസ്റ്റിസ് ആശിഷ് ദേശായി കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ആശിഷ് ദേശായി ആണ്. ആരുടെ പൊസിഷനിലേക്കാണ്? SV ഭട്ടിക്ക് പിൻഗാമിയാണ്. ഗംഗാ സിംഗ് ആണെങ്കിൽ സംസ്ഥാന വനം വകുപ്പ് മേധാവിയാണ്. ഡോക്ടർ വി പി ജോയ് ആണെങ്കിൽ കേരള പബ്ലിക് എൻ്റർപ്രൈസസ് ബോർഡിൻ്റെ ചെയർമാനായി നിയമിതനായി. അൻവറുൽ ഹക്ക് കാക്കർ പാകിസ്ഥാനിലെ താൽക്കാലിക പ്രധാനമന്ത്രിയായി അൻവറുൽ ഹക്ക് കാക്കറെ തിരഞ്ഞെടുത്തു. ഓഗസ്റ്റ് 10 പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ നിർദ്ദേശം പരിഗണിച്ചാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അൻവറുൽ ഹക്ക് കാക്കർ പാകിസ്ഥാൻ്റെ താൽക്കാലിക പ്രധാനമന്ത്രി. മനീഷ് വി ദേശായി മുതിർന്ന ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് IIS ഉദ്യോഗസ്ഥനായ മനീഷ് വി ദേശായിയെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ PIB പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലും കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ വക്താവുമായി നിയമിച്ചു. അപ്പോൾ മനീഷ് വി ദേശായി ആരാണ്? മുതിർന്ന ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന മനീഷ് വി ദേശായിയെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെയും പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായും കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ വക്താവായും നിയമിച്ചു. സച്ചിൻ ടെണ്ടുൽക്കർ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐക്കണായി സച്ചിൻ ടെണ്ടുൽക്കർ ചുമതലയേറ്റു. എല്ലാ വോട്ടർമാരെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാക്കാനുള്ള കമ്മീഷന്റെ ബോധവൽക്കരണ പ്രവർത്തനത്തിൽ 3 വർഷം സച്ചിൻ പങ്കാളിയാവും. അപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐക്കൺ ആരാണെന്ന് ചോദിച്ചാൽ സച്ചിൻ ടെണ്ടുൽക്കറാണ്. ജയവർമ്മ സിൻഹ ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ പുതിയ അധ്യക്ഷനായി ജയവർമ്മ സിൻഹയെ നിയമിച്ചു. റെയിൽവേയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാം. അൻവറുൽ ഹക്ക് കാക്കർ ആരാണ്? പാകിസ്ഥാനിലെ താൽക്കാലിക പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. മനീഷ് വി ദേശായി ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെയും പ്രിൻസിപ്പൽ ഡയറക്ടറായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ വക്താവായും നിയമിതനായി. സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഐക്കണായിട്ട് 3 വർഷം എന്ത് ചെയ്യും? അതിൻ്റെ ബോധവൽക്കരണത്തിനൊക്കെ ചുമതലയേക്കും. ജയവർമ്മ സിൻഹ ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ പുതിയ അധ്യക്ഷയാണ്. ആദ്യത്തെ വനിത കൂടിയാണ്. ഈ അധ്യക്ഷ സ്ഥാനത്ത് വരുന്ന വനിത കൂടിയാണ് ജയവർമ്മ സിൻഹ. വൈതബ് തനേജ ഇലോൺ മസ്ക് നയിക്കുന്ന വാഹന നിർമ്മാണ കമ്പനി ടെസ്ലയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി ഇന്ത്യൻ വംശജൻ വൈഭവ് തനേജയെ നിയമിച്ചു. അപ്പോൾ ഇലോൺ മസ്ക് നമുക്കറിയാം അല്ലേ, ടെസ്ലയുടെയൊക്കെ സ്ഥാപകനാണ്. അപ്പോൾ ഇലോൺ മസ്ക് നയിക്കുന്ന വാഹന നിർമ്മാണ കമ്പനി ടെസ്ലയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരാണ്? വൈഭവ് തനേജയാണ്. ഇന്ത്യൻ വംശജനാണ്. അഭിലാഷ് ടോമി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായി മലയാളി നാവികൻ കമാൻഡർ അഭിലാഷ് ടോമിയെ നിയമിച്ചു. അപ്പോൾ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ചോദിക്കാം ചിലപ്പോൾ. ഏതാണ്? ഗഗൻയാനാണ്. അതിൻ്റെ സാങ്കേതിക ഉപദേഷ്ടാവായിട്ടുള്ള മലയാളി ആരാണ്? അഭിലാഷ് ടോമിയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക.
തർമൻ ഷൺമുഖരത്നം, ഇന്ത്യൻ വംശജനായ തർമൻ ഷൺമുഖരത്നം സിംഗപ്പൂർ പ്രസിഡന്റായി അധികാരമേറ്റു. തർമൻ ഷൺമുഖരത്നം എവിടെ? സിംഗപ്പൂർ പ്രസിഡന്റായിട്ട് 6 വർഷമാണ് കാലാവധി. പീപ്പിൾസ് ആക്ഷൻ പാർട്ടി അംഗമായ ഷൺമുഖരത്നം സിംഗപ്പൂർ പ്രസിഡന്റ് ആവുന്ന 3ാമത്തെ ഇന്ത്യൻ വംശജനാണ്. അപ്പോൾ വൈഭവ് തനേജ ടെസ്ലയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായ ഇന്ത്യൻ വംശജൻ. അഭിലാഷ് ടോമി മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ പദ്ധതിയായ ഗഗൻയാന്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിതനായി. ഷൺമുഖരത്നം ഇന്ത്യൻ വംശജനായ തർമൻ ഷൺമുഖരത്നം സിംഗപ്പൂർ പ്രസിഡന്റായിട്ട് അധികാരമേറ്റു. 6 വർഷമാണ് കാലാവധി. സിംഗപ്പൂർ പ്രസിഡന്റ് ആവുന്ന 3ാമത്തെ ഇന്ത്യൻ വംശജനാണ് ഷൺമുഖരത്നം. നായിഫ് ബിൻ സുദൈരി ആരാണ്? ചരിത്രത്തിൽ ആദ്യമായി പാലസ്തീൻ സൗദി അറേബ്യയുടെ പ്രഥമ സ്ഥാനപതി ചുമതലയേറ്റു. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി പാലസ്തീനിൽ സൗദി അറേബ്യയുടെ പ്രഥമ സ്ഥാനപതിയായിട്ട് ചുമതലയേറ്റതാണ് ആര്? നായിഫ് ബിൻ സുദൈരി. പാലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിന് അധികാരപത്രം കൈമാറിയാണ് സ്ഥാനപതി നായിഫ് ബിൻ ബന്ദർ അൽ സുദൈരി സെപ്റ്റംബർ 27 ചുമതലയേറ്റു. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് പാലസ്തീനിൽ സൗദി അറേബ്യയുടെ പ്രഥമ സ്ഥാനപതിയായിട്ട് ചുമതലയേറ്റതാണ് നായിഫ് ബിൻ സുദൈരി. ആർ മാധവൻ പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റും ഗവേണിംഗ് കൗൺസിലിൻ്റെ അധ്യക്ഷനും സംവിധായകനുമായ ആർ മാധവനെ നിയമിച്ചു. സംവിധായകൻ ശേഖർ കപൂറിൻ്റെ ഒഴിവിലേക്കാണ് നിയമനം. അപ്പോൾ ആർ മാധവ് ആരാണ്? പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റും ഗവേണിംഗ് കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ട് നിയമിച്ചു. രാജേഷ് നമ്പ്യാരെ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? കൊഗ്നിസെൻ്റ് MDയും മലയാളിയായിട്ടുള്ള മലയാളിയാണ് അദ്ദേഹം. നാസ്കോം ചെയർപേഴ്സണായിട്ട് നിയമിതനായി. മൈക്രോസോഫ്റ്റ് ഇന്ത്യ മുൻ മേധാവിയായിരുന്ന ആനന്ദ് മഹേശ്വരിൽ നിന്നാണ് രാജേഷ് ചുമതലയേറ്റത്. അപ്പോൾ രാജേഷ് നമ്പ്യാർ നാസ്കോമിൻ്റെ ചെയർപേഴ്സൺ. ഓക്കെ, ഇത്രയാണ് ന്യൂ അപ്പോയിൻമെൻറ്റ്സിൽ നമുക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക. നമ്മൾ ഒരു മാർക്കും എന്ത് ചെയ്യാൻ പാടില്ല, കറണ്ട് അഫെയർസിൽ കളയാൻ പാടില്ല. വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മാറ്റങ്ങളൊക്കെ വരാം കറണ്ട് അഫെയർസിൽ അല്ലേ? അപ്പോൾ ആ മാറ്റങ്ങളും കൂടെ ഉൾക്കൊണ്ടിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് ക്ലാസ് നിർത്തുകയാണ്. താങ്ക് യു.